മരുഭൂമിയിൽ സിനിമ ചെയ്താൽ ഹിറ്റാവും എന്നായിരുന്നു 2024 തിയറി. ഈ മരുഭൂമി ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ 2025 സെയിം തിയറി ആയിട്ട് ബാലയും ഡാക്കു മഹാരാജും അജിത്തിൻ്റെ വിടമുയർച്ചയും വരുന്നുണ്ട്. അപ്പോൾ വിടമുയർച്ചയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഈ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ സ്പോയിലേഴ്സ് നന്നായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അജിത്ത് ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നത് എൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു തോട്ടാണ്. എന്നേറുന്നതിന് ശേഷം അങ്ങനെ ഒരു നീറ്റ്ലി റിട്ടേൺ സിനിമ ഇല്ല. പോരാത്തതിന് അജിത്തിൻ്റെ സ്ഥിരം മോഡലുള്ള സിനിമകൾ ഓവറായിട്ട് വന്നിരുന്നു. അജിത്ത് മസാല ടൈപ്പിലുള്ള സിനിമകൾ ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ അത് ചെയ്തതിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു. ആ ടൈപ്പിൽ കുറേ സിനിമകളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യം കുറച്ച് ദിവസം മുന്നേ സംഭവിച്ചു. ഫ്രണ്ട്സിനായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ട്വീറ്റ് ഞാൻ കാണുന്നത്. ഇതെന്താ ഈ നേരത്തെ ഒരു ടീസർ എന്ന ലാഘവത്തിൽ ചുമ്മാ ടീസർ പോയിട്ട് പ്ലേ ചെയ്തപ്പോൾ നല്ല ക്ലീൻ ടീസർ കട്ട്സ്. അജിത്ത്, അർജുൻ സർജ, റെജീന കസാൻഡ്ര, തൃഷ എല്ലാവരും ഈ ടീസറിൻ്റെ അകത്ത് കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നാൽ പിന്നെ കടവുളെ അജിത്ത് എന്ന് പറഞ്ഞിട്ട് ഈ മകുൾ തിരുമേനി സിനിമയ്ക്ക് ഹൈപ്ഡായെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം ഞാൻ ഒപ്പിച്ചു. അതിനെക്കുറിച്ചിട്ട് അടുത്ത പോയിന്റിൽ പറയാം. പറഞ്ഞു വരുന്നത് ബ്രേക്ക് ഡൗണിനെ കുറിച്ചിട്ടാണ്. വിടമുറിച്ചിൽ തോന്നിയ ഹൈപ്പ് കാരണം ബ്രേക്ക് ഡൗൺ കാണാതിരിക്കാനും പറ്റില്ലെന്നൊരു സ്ഥിതിയിലായപ്പോൾ അത് കണ്ടു. പക്ഷേ എനിക്ക് ആ സിനിമ തീരെ ഇഷ്ടമായില്ല. റീസൺസ് പറയാം. ഒരു ട്രിപ്പിന് വരുന്ന കപ്പിൾസ് അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ വന്നു. പ്രൊട്ടാഗണിസ്റ്റ് കുറച്ച് ഹെൽപ്പ് തേടാനും തുടങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ വൈഫിനെ ചിലർ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ തോന്നിയ പ്രശ്നം എന്തെന്നാൽ ക്യാരക്ടേഴ്സിനോടൊരു കണക്ഷനോ അല്ലെങ്കിൽ നറേറ്റീവ് ഒരു എൻഗേജിങ് പാറ്റേണിലൊന്നുമല്ല പോകുന്നത്. ഓപ്പോസിഷനിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ ആണെങ്കിലും പ്രത്യേകിച്ചൊന്നും അതിൽ തോന്നിയിട്ടില്ല. തീരെ ഡെവലപ്മെൻറ്റ് വരാത്തൊരു ക്യാരക്ടേഴ്സ് പോലെയാണ് അത് തോന്നിയത്. സോ സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് ഒന്നും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത കാരണം എനിക്ക് മൊത്തത്തിൽ ഈ സിനിമ ബോറടിച്ചു. ഒരു പഴയ സിനിമ ആയത് കാരണം ഈ സിനിമ ചൂസ് ചെയ്ത കഥയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ തീരെ വർക്കാവാത്തതുകൊണ്ട് വിടമുറിച്ചിലുണ്ടായിരുന്ന ആ ഒരു ഹൈപ്പ് പോയി കിട്ടി. എന്തായാലും സീൻ ടു സീൻ റീമേക്ക് ഒന്നും ആയിരിക്കില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ബ്രേക്ക് ഡൗണിൻ്റെ ഇവൻസി ടീസറിൽ ഞാൻ ശ്രദ്ധിച്ചു. വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോഴുള്ള ഷോട്ട്, കാറിൻ്റെ ട്രങ്കിൽ ആരെയൊക്കെ ഇട്ടിട്ടുള്ള സീന്, ഒന്നെങ്കിൽ അത് അജിത്ത് ഓർ തൃഷ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അന്വേഷിക്കുന്ന സീന്, അവിടെ പുറത്ത് വന്ന പയ്യൻ ഭാര്യയെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന സീന്, ഭാര്യയെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് മിസ്സിംഗ് കേസ് കൊടുക്കുന്ന സീന്, ആൻഡ് പോസ്റ്ററിലെ മണി ബാഗ് റെഫറൻസൊക്കെ ഈ കിഡ്നാപ്പ് ചെയ്യുന്ന ഗ്യാങ് പ്രൊട്ടോഗണിസ്റ്റിൻ്റെ അക്കൗണ്ടിലെ സകല എമൗണ്ടും ഡിമാൻഡ് ചെയ്യുന്നുള്ള റെഫറൻസും ആയിരിക്കാം അത്. ഒറിജിനൽ ഫിലിം 1.5 മണിക്കൂറുള്ളൂ. ഇന്ത്യൻ സ്റ്റൈലിൽ കൊണ്ടുവരുമ്പോൾ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ എന്തായാലും ഉറപ്പാണ്. ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. എന്നാലും ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മകിഴി സിനിമ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. നല്ല ടാലൻറ്റഡായൊരു ഡയറക്ടറാണ് അദ്ദേഹം. ഇതുവരെ ചെയ്ത സിനിമകളിൽ എനിക്ക് തടയാരെ താക്ക ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സിനിമകളും ഇഷ്ടമാണ്. സോ ക്യാരക്ടേഴ്സിന് നല്ല അവതരണമൊക്കെ കൊടുത്തിട്ട് മകിഴ് ബാക്കി റൈറ്റിംഗ് പരിപാടിയൊക്കെ നൈസായിട്ട് ചെയ്താൽ ഒരുപക്ഷെ ഈ സിനിമ വർക്കാവാം. എനിക്കിപ്പോൾ ഹൈപ്പില്ല, പക്ഷേ ആ സിനിമ ഒന്ന് വന്നിട്ട് ബാക്കി കാര്യം നോക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. വിടമുയർച്ചയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.